നമസ്കാരം, സഹകാരി റേസ് പ്ലേസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ആണ്. നമ്മുടെ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഫിനാൻഷ്യൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് എടുക്കുന്നത്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്നൊരു ടേമാണ് സേവിങ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എപ്പോഴും മിക്ക ആൾക്കാർക്കും തിരിഞ്ഞു പോകും. എന്താണ് സേവിങ്സ്, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് തിരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ഞാനൊരു എക്സാമ്പിളിലൂടെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, ഈ രണ്ട് കേസാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ കിട്ടി. ഞാൻ എന്ത് ചെയ്തു, അതെനിക്ക് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ യാതൊരുവിധ ഉദ്ദേശമില്ല. കാരണം 10 ലക്ഷം രൂപ നമ്മളാരും കൈ വെച്ചുകൊണ്ടിരിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, 10 ലക്ഷം രൂപ കൊണ്ടുവന്ന് ബാങ്കിൽ കൊണ്ടുവന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടു. 5 വർഷത്തേക്ക് ഇട്ടു. ഓക്കെ, എൻ്റെ ഫ്രണ്ടിനും ഇതുപോലെ 10 ലക്ഷം രൂപ കൈ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു, എടാ നീ ആ 10 ലക്ഷം രൂപ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവൻ പറഞ്ഞു, എൻ്റെ വീടിനടുത്ത് കുറച്ച് ലാൻഡ് കിടപ്പുണ്ട്, ഞാൻ അത് അങ്ങോട്ട് മേടിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് 5 വർഷത്തേക്ക് ഞാൻ കൊണ്ടുവന്ന് FD ഇട്ടെ. 5 വർഷം കഴിഞ്ഞു, ഞാൻ ബാങ്കിൽ ചെല്ലുവാണ്. ആ ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണ്. ഇൻട്രസ്റ്റ് അടക്കമുള്ള ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്യുവാണ്. ഞാൻ അന്നേരം വിഡ്രോ ചെയ്തപ്പോൾ 5 വർഷം കഴിഞ്ഞാണേ, 5 വർഷം കഴിഞ്ഞ് വിഡ്രോ ചെയ്തപ്പോൾ എനിക്ക് 12 ലക്ഷം രൂപ കിട്ടി. ഇൻട്രസ്റ്റും കൂടെ ചേർത്ത്, ഈ 2 ലക്ഷം രൂപ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് 12 ലക്ഷം രൂപ എനിക്ക് കിട്ടി. ഞാൻ വളരെ ഹാപ്പിയായി. 10 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടിട്ട് 2 ലക്ഷം രൂപ അധികം കിട്ടി. 12 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ കിട്ടി. അപ്പം ഞാൻ അവന് വന്ന് 10 ലക്ഷം രൂപ കിട്ടിയല്ലെങ്കിൽ അവനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു, എടാ നിൻ്റെ കാര്യം എന്തായി? ലാൻഡൊക്കെ മേടിച്ചു എന്ന് പറഞ്ഞല്ലോ. അവൻ പറഞ്ഞു, ആടാ ലാൻഡൊക്കെ മേടിച്ചു. എനിക്കിപ്പോൾ ആ ലാൻഡ് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 20 ലക്ഷം രൂപ ഇപ്പോൾ ആ ലാൻഡിന് വാല്യൂ ഉണ്ട്. ഇപ്പം എനിക്ക് വിറ്റ 20 ലക്ഷം രൂപ എനിക്ക് ഉടനെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാനും അവനും 10 ലക്ഷം രൂപയാണ് കൊണ്ടിട്ടത്. അവനിപ്പം എത്ര രൂപയുടെ ലാഭമായി? 10 ലക്ഷം രൂപയുടെ അധിക ലാഭമായി. കാരണം 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ലാൻഡ് ഇപ്പം വിറ്റാൽ 20 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. അവൻ എത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ 20 ലക്ഷം. അവന് ഇപ്പം വിൽക്കുവാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ഗെയിൻ അവന് കിട്ടും ഇല്ലേ. നമ്മളൊരു അസറ്റ് വിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ അവന് 10 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. ശരി, ഇനി രണ്ടാമത്തെ കേസ്, വീണ്ടും ഒരു 10 ലക്ഷം രൂപ കിട്ടുകയാണ്. ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ബാങ്കിൽ കൊണ്ടുവന്ന് 5 വർഷത്തേക്ക് FD ഇട്ടു. എനിക്കറിയാം 5 വർഷം കഴിയുമ്പോൾ 12 ലക്ഷം രൂപ എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. ഞാൻ വീണ്ടും അത് തന്നെ ചെയ്തു. ഞാൻ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു, എടാ നീ എന്താ ചെയ്യാൻ പോകുന്നത്? അവനൊരു മാനുഫാക്ചറിങ് കമ്പനിയൊക്കെ ഉള്ള ഒരാളാണ്. അവൻ പറയടാ എൻ്റെ കമ്പനിയിലോട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊരു മെഷീനറി വേണം, ഞാൻ ഈ 10 ലക്ഷം രൂപ കൊടുത്തൊരു മെഷീനറി വാങ്ങിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ അവൻ എന്ത് ചെയ്തു, മെഷീനറി വാങ്ങിക്കാനായിട്ട് പോയി. അവൻ മെഷീനറി വാങ്ങിച്ചു. 5 വർഷം കഴിഞ്ഞു, ഞാൻ ബാങ്കിൽ ചെന്നു. എൻ്റെ 12 ലക്ഷം രൂപ എനിക്ക് 5 വർഷം കഴിയുമ്പോൾ 12 ലക്ഷം രൂപ തന്നെയാണല്ലോ കിട്ടുന്നത്. 2 ലക്ഷം രൂപ ഇൻട്രസ്റ്റോട് കൂടി 12 ലക്ഷം രൂപ ഞാൻ വിഡ്രോ ചെയ്തു. ഫ്രണ്ടിനെ വിളിച്ചു. ഞാൻ അവൻ്റെ കാര്യം അറിയണമല്ലോ. ഫ്രണ്ടിനെ വിളിച്ചു, അവനോട് ചോദിച്ചു, നിൻ്റെ കാര്യം എന്താ? ഇനി മെഷീനറിയൊക്കെ മേടിച്ച് വെച്ചിട്ട് എന്താ പറ. എടാ ആ സമയത്ത് മെഷീനറി വാങ്ങിച്ചത് വളരെ ഉപകാരമായി. എൻ്റെ പ്രോഡക്റ്റിനൊക്കെ ഡിമാൻഡ് കൂടിയായിരുന്നു. അത് കാരണം എനിക്ക് കുറച്ച് അധികം പ്രൊഡക്ഷൻ നടത്താൻ പറ്റി. ആ ഒരു മെഷീനറി വാങ്ങിച്ചത് കൊണ്ട് മാത്രം എനിക്ക് 18 ലക്ഷം രൂപയുടെ ലാഭമാണ് ഉണ്ടായത്. 18 ലക്ഷം രൂപയുടെ പ്രോഫിറ്റാണ് എനിക്ക് അതുകൊണ്ട് മാത്രം ഉണ്ടായതെന്ന് പറഞ്ഞു. ഞാനും 10 ലക്ഷം ഇട്ടു, അവനും 10 ലക്ഷം ഇട്ടു. അവനിവിടെ എത്ര രൂപയാണ്? 8 ലക്ഷം രൂപ അധികമായിട്ട് കിട്ടി ഇല്ലേ. ഓക്കെ, ഞാൻ വീണ്ടും പോയി. വീണ്ടും എനിക്ക് മൂന്നാമത്തെ കേസാണ് പറയുന്നത്. വീണ്ടും എനിക്ക് 10 ലക്ഷം രൂപ കിട്ടി. ഞാൻ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരാളാണ്. ഞാൻ വീണ്ടും കൊണ്ടുവന്ന് ബാങ്കിലിട്ടു. 5 വർഷത്തേക്ക് FD ഇട്ടു. ഇത്ര സെയിം പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിൽ. എനിക്കറിയാം 5 വർഷം കഴിയുമ്പോൾ എനിക്ക് 12 ലക്ഷം രൂപ കിട്ടുമെന്ന്. ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു, നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവൻ പറയും, എനിക്ക് കുറച്ച് കമ്പനിയുടെ ഷെയർസൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശമുണ്ട്, ഞാൻ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അവൻ കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഓക്കെ ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. 5 വർഷം കഴിഞ്ഞ് ഞാൻ ബാങ്കിൽ ചെന്നു. എന്ത് ചെയ്തു, എനിക്ക് എന്ത് തന്നെ കിട്ടി? 12 ലക്ഷം രൂപ കിട്ടി ഇൻട്രസ്റ്റ്. ഓക്കെ, അവൻ്റെ കാര്യം അറിയണമല്ലോ. അവനെ വിളിച്ചു. അവൻ പറഞ്ഞു, എടാ
ഞാൻ പറഞ്ഞ പോലെ കുറേ കമ്പനിയുടെ ഷെയർസൊക്കെ മേടിച്ചായിരുന്നു. എനിക്ക് ഇപ്പോൾ ആ ഷെയർ വിൽക്കുവാണെങ്കിൽ എനിക്ക് ആ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു, എനിക്ക് അതിനകത്തുനിന്ന് ഒരു 30,000 രൂപ ഡിവിഡൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞു. ഓക്കെ, ഡിവിഡൻറ്റ് കിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചു ഡിവിഡൻറ്റോ, അതെന്തോ അത്? അപ്പോൾ പറഞ്ഞു ഈ കമ്പനി വാങ്ങിക്കുമ്പോൾ, കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കുമ്പോൾ ആ ഷെയറിന് പാരിതോഷികമായിട്ട് റെമ്യൂണറേഷൻ പോലെ കമ്പനി നമുക്ക് തരുന്നതാണ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇച്ചിരി സന്തോഷമാണ്. 30,000 രൂപ മാത്രമാണ് അവൻ അധികം കിട്ടി, എനിക്ക് 2 ലക്ഷം രൂപ അധികം കിട്ടി എന്ന് പറയും. പക്ഷെ അവൻ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കിയില്ല. അവൻ പറഞ്ഞു പക്ഷേ ഇപ്പം ഞാൻ ആ ഷെയർ വിൽക്കുവാണെങ്കിൽ എനിക്ക് 19 ലക്ഷം രൂപ കിട്ടും. ഞാനന്ന് 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ഷെയർ ഇപ്പം ഞാൻ വിൽക്കുവാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 19 ലക്ഷം രൂപ എനിക്ക് ഇപ്പം സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 കേസിലും നമ്മൾ നോക്കിയേ, ഇവിടെ ഒരാൾക്ക് എല്ലാ പ്രാവശ്യവും 2 ലക്ഷം രൂപ മാത്രമാണ് കിട്ടുന്നത്, ഇവിടെ വലിയ രീതിയിലുള്ള ലാഭം കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. സേവിങ്ങിൽ എപ്പോഴും ഒരു തിരിച്ച് കിട്ടുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കാര്യം മാത്രമായിരിക്കും. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആവാം, ഡിവിഡൻഡ് ആവാം, ഇൻട്രസ്റ്റും കിട്ടും. ഷെയറിന് പകരം ഡിബഞ്ചറാ വാങ്ങിക്കുന്നെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും, ക്യാപിറ്റൽ ഗെയിൻ കിട്ടും, പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ പല രീതിയിലുള്ള റിട്ടേൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ പഠിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇവിടെ ഈ രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എന്ന് പറയുന്നത് ഒരു അഷ്വേർഡ് എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ കൊണ്ടിടുമ്പോൾ തന്നെ അറിയാം 5 വർഷം കഴിയുമ്പോൾ നമുക്ക് 2 ലക്ഷം രൂപ അധികം കിട്ടും, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. വിഡ്രോ ചെയ്യുമ്പോൾ 12 ലക്ഷം രൂപ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. 12 ലക്ഷം രൂപ. ഇവിടെയോ നമ്മൾ ലാൻഡ് മേടിച്ചു, 5 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പം ചിലപ്പം നഷ്ടമായിരിക്കും, ലാൻഡിൻ്റെ വില കുറഞ്ഞു പോയി, സ്ഥലത്തിന് വില കുറഞ്ഞു പോവാം. മെഷീനറി വാങ്ങിക്കുമ്പോൾ പ്രോഡക്റ്റിന് ചിലപ്പോൾ ഡിമാൻഡ് ഉണ്ടായില്ലെങ്കിൽ അവിടെ മെഷീനറി വാങ്ങിച്ചു വെച്ചതേ നഷ്ടമായി പോവാം. ഷെയർ വാങ്ങിച്ചു വെച്ചാൽ ഷെയറിൻ്റെ വില ഇടിയാം. ഇങ്ങനെ അവിടെ എന്ത് സംഭവിക്കാം? നഷ്ടവും സംഭവിക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അഷ്വറൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇൻഷുറൻസിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്ന എന്താണ്? ഹൈ റിസ്ക് ആണ് അല്ലേ? റിസ്ക് ഫാക്ടർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ ഹൈ ആണ്. പക്ഷേ ഇവിടെയോ, ഇവിടെ എന്ന് പറയുന്നത് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ലോ ആണ്. അപ്പം സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ടൊരു വ്യത്യാസമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവിടെ അഷ്വറൻസ് ഉണ്ട്, ലോ റിസ്ക് ആണ്. ഇവിടെ അഷ്വറൻസ് ഇല്ല, ഹൈ റിസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സിനെ പറ്റി പറയുന്ന നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സിനെ പറ്റി പറയുന്നത്. വീണ്ടും എടുത്തെടുത്ത് പഠിക്കുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സിനെ പറ്റി എന്താ പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ അസറ്റ് held by an enterprise for earning income by way of dividend, interest, rentals, capital appreciation or other benefits to the investing enterprise. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് അസറ്റ് ആണ്. അത് ഒരു എൻ്റർപ്രൈസ് അവർക്ക് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽഡ് ചെയ്യുന്നത്. ഇൻകം ഏതൊക്കെ രീതിയിൽ കിട്ടാം അവർക്ക്? ഡിവിഡൻ്റ് ആയിട്ട് കിട്ടാം. നേരത്തെ ഞാൻ ഷെയറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ ഇൻകം എന്തായിട്ടാണ് കിട്ടിയത്? ഡിവിഡൻ്റ് ആയിട്ട് കിട്ടി, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടാം. ഞാൻ പറഞ്ഞു ഷെയർ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ ഡിവിഡൻഡ് എന്ന് വിളിക്കും. അതേസമയം ഡിബഞ്ചറ വാങ്ങിക്കുന്നെങ്കിൽ അതിന് കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുക? ഇൻട്രസ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പം ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടാം, റെൻ്റലായിട്ട് കിട്ടാം. നമ്മളിപ്പോൾ ഒരെണ്ണം ഒരു ബിൽഡിങ് വാങ്ങിച്ചത് ലീസിന് കൊടുക്കുവാണ്, അല്ലെങ്കിൽ അത് വാടകയ്ക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റെൻ്റായിട്ടും കിട്ടും. അപ്പോൾ റെൻ്റൽസ് ആയിട്ട് കിട്ടാം. ക്യാപിറ്റൽ അപ്രീസിയേഷൻ, എന്താ നേരത്തെ പറഞ്ഞില്ലേ ക്യാപിറ്റൽ ഗെയിൻ, അങ്ങനെയും കിട്ടാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സ് ആകാം. നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് കിട്ടാം. അങ്ങനെ മറ്റെന്ത് ബെനിഫിറ്റ്സ് ആണെങ്കിലും കിട്ടാം. ആർക്ക്? ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ അസെറ്റ്സ് ഹെൽഡ് ബൈ ആൻ എൻ്റർപ്രൈസ് ഫോർ ഏർണിംഗ് by way of dividend, interest and rentals, capital appreciation
ഫോർ അതർ ബെനിഫിറ്റ്സ് ടു ദ ഇൻവെസ്റ്റിംഗ് എൻ്റർപ്രൈസ്. ചിലപ്പം ഇതൊക്കെ എടുത്ത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം, ഇതിനകത്ത് ഏതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നതെന്ന് ചോദിക്കും. ഇതിനകത്ത് എല്ലാം വരും, എന്നാലും ഇതിനകത്ത് ഏതാണ് ഒരു റിട്ടേൺ എന്ന് പറഞ്ഞ് ചോദിക്കാവുന്നതാണ്. അപ്പം എന്തൊക്കെ രീതിയിലാണ് കിട്ടുന്നത്? ഡിവിഡൻ്റ് ആയിട്ട് കിട്ടും, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും, റെൻറ്റൽസ് ആയിട്ട് കിട്ടും, ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അതർ ബെനിഫിറ്റ്സ്, പ്രോഫിറ്റ്സ്, അങ്ങനെ പലതായിട്ട് കിട്ടും. ഇനി നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം, അസറ്റ്സ് ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആർ നോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് ബിസിനസ്സിലേക്ക് കുറച്ച് സ്റ്റോക്ക് മേടിച്ച് വെക്കുകയാണ്, വിൽക്കാൻ വേണ്ടിയിട്ട്, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് മേടിച്ച് വെക്കത്തില്ലേ, അതൊരിക്കലും ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം ഇതെടുത്ത് ചോദിക്കും. അസറ്റ്സ് ഹെൽഡ് ഇൻ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആർ ഡാഷ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻ്റ് അല്ല അത്. കാരണം അത് വിറ്റ് പോകാൻ വേണ്ടി വെക്കുകയാണ്. അതെടുത്ത് നമുക്ക് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മളൊരു സെയിൽ പർപ്പസിന് വേണ്ടിയിട്ട് മേടിച്ച് വെക്കുകയാണത്. അതൊരിക്കലും എന്തല്ല, ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അസറ്റ് ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആർ നോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ്. നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 അനുസരിച്ച് നമുക്ക് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കാകെ 2 കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഞാനിതിവിടെ പറയുന്നത് ഇതിനകത്തുനിന്ന് ചില വൺ വേർഡ് എടുത്ത് വെച്ച് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. സെക്യൂരിറ്റീസിനെ നമ്മൾ പൊതുവെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്, അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ 3 തരത്തിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ സെക്യൂരിറ്റീസ് കയ്യിൽ വെച്ചേക്കുന്ന പീരീഡിനെ ബേസിസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അത് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റീസിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നേച്ചർ ഓഫ് ഇൻകം, അത് ബേസ് ചെയ്തും നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 പറയുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. പക്ഷേ നമ്മൾ ഇത് രണ്ടും കൂടി അറിഞ്ഞിരിക്കുക, കാരണം ഒരു വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്, കാരണം ഇതിനകത്ത് ചില ടേംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നോക്കാം. അക്കോർഡിംഗ് ടു പീരീഡ് ഓഫ് ഹോൾഡിംഗ്, നമ്മൾ എത്ര നാൾ ഇൻവെസ്റ്റ്മെൻറ്റ് കയ്യിൽ വെച്ചേക്കുന്നു എന്നതിനെ ബേസ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എന്നും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എന്നും. ഓക്കെ, ലോങ് ടേമും ഷോർട്ട് ടേമും. ലോങ് ടേം എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും? ഒരു വർഷത്തിന് മേലെ നമ്മളൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കയ്യിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ ലോങ് ടേം എന്നാണ് വിളിക്കുക. അപ്പോൾ ഷോർട്ട് ടേം എന്തായിരിക്കും? 1 വർഷം വരെ നമ്മളത് വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരുപാട് കാലമൊന്നും നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഇഷ്യൂയിങ് അതോറിറ്റി. അക്കോർഡിംഗ് ടു ഇഷ്യൂയിങ് അതോറിറ്റി, ഈ സെക്യൂരിറ്റി ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കിതിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, രണ്ടാമത്തത് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, മൂന്നാമത്തത് സെമി ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആണ് ഈ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, ആൾക്കാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്നാണ് വിളിക്കാറ്. ഓക്കെ, ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടും ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. ഇതാണ് ഞാൻ പറഞ്ഞൊരു ടേം ഒക്കെ ഉണ്ടെന്ന്. ചിലപ്പോൾ ഡാഷ് സെക്യൂരിറ്റീസ് ആർ ഓൾസോ നോൺ ആസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് പറയണം? ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് ആർ ഓൾസോ നോൺ ആസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ മറ്റൊരു പേരെന്താണ്? ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഒരു ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് സെക്യൂരിറ്റി എന്ന് വിളിക്കും? ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് വിളിക്കും. ഇനി ഗവൺമെൻറ് അല്ല ഇഷ്യൂ ചെയ്യുന്നതെങ്കിലോ? ഓഫ് കോഴ്സ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുമെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് അല്ലാത്തത് നമ്മൾ എന്തെന്ന് വിളിക്കും? അതായത് പ്രൈവറ്റ് എൻ്റർപ്രൈസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്ത് വിളിക്കും? നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കും. അതിനകത്താണ് ഈ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ് ഒക്കെ വരുന്നത്. ഇനി ഇത് രണ്ടും അല്ലാത്തൊരു കാറ്റഗറി ഉണ്ട്, ഈ മുനിസിപ്പൽ കോർപ്പറേഷൻസ്. നമ്മുടെ പാർട്ടിയൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, ഈ ഭരണമൊക്കെ മാറുന്നതിനനുസരിച്ചൊക്കെ വരുന്ന കുറേ കോർപ്പറേഷൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരാണ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെന്തെന്ന് വിളിക്കും? സെമി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കും. അപ്പോൾ ഇഷ്യൂയിങ് അതോറിറ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക: ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, സെമി ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഓക്കെ,
അപ്പോൾ 2 ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിലോട്ട് വരികയാണ്. എന്താണ്? അക്കോർഡിംഗ് ടു നേച്ചർ ഓഫ് ഇൻകം. ഓക്കെ, അക്കോർഡിംഗ് ടു നേച്ചർ ഓഫ് ഇൻകത്തിൽ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫിക്സഡ്, വേരിയബിൾ. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ തവണയും ഒരു ഫിക്സഡ് ഇൻകം നമുക്ക് കിട്ടും. ഒരു മാസം 5000 രൂപ കിട്ടി, അടുത്ത മാസം 5000 രൂപ കിട്ടി, എല്ലാ മാസവും 5000 രൂപ തന്നെയാണ് കിട്ടുന്നത്. ആ ഒരു സെക്യൂരിറ്റി കൈ വെക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ളതിനെയാണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. വേരിയബിൾ ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഈ മാസം 5000 രൂപ കിട്ടിയാൽ ചിലപ്പോൾ അടുത്ത മാസം ഒന്നും കിട്ടത്തില്ല, ചിലപ്പോൾ 1000 രൂപയെ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ കിട്ടും. അങ്ങനെ വേരി ചെയ്യാൻ ഒരു ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല, വേരി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് വേരിയബിൾ ഇൻകം സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ, ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് 3 രീതിയിലാണ്. അക്കോർഡിംഗ് ടു പീരീഡ് ഓഫ് ഹോൾഡിംഗ്, അക്കോർഡിംഗ് ടു ഇഷ്യൂയിങ് അതോറിറ്റി, അക്കോർഡിംഗ് ടു നേച്ചർ ഓഫ് ഇൻകം. ഇതിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 നമുക്ക് വരുന്ന ക്ലാസിഫിക്കേഷൻ ഈ പീരീഡ് ഓഫ് ഹോൾഡിങ്ങിൻ്റെ ലോങ് ടേമും ഷോർട്ട് ടേമും മാത്രമേ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 അനുസരിച്ച് വരുന്നുള്ളൂ. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തത്. നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2 തരത്തിലാണ്. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റും. എന്താണ്? കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 അനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ? ഫസ്റ്റ് വൺ എന്താണ്? കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് എന്തെന്നും വിളിക്കാം? മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. എന്താണ്? മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്നും കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ വിളിക്കാം. ഇനി എന്താണ് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്? എ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഇറ്റ്സ് നേച്ചർ readily realizable and is intended to be held for not more than 1 year from the date on which such investment is made. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ നമ്മളത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1 വർഷത്തിനപ്പുറം അത് ഹോൾഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, നമ്മുടെ കയ്യിൽ വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. കുറച്ച് നാളത്തേക്ക് മാത്രമേ നമ്മളത് വാങ്ങിക്കാൻ, ഇപ്പോൾ വാങ്ങിച്ചു കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളത് വിൽക്കും, അതുവരെയുള്ള ഇൻകം ഒക്കെ മതി നമുക്ക്. അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സെക്യൂരിറ്റി, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് മറ്റൊരു പേരിൽ കൂടി വിളിക്കാം. എന്ത്? മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഇൻവെസ്റ്റ്മെൻറ്റിനെ 2 രീതിയിൽ. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. രണ്ടാമത്തെ എന്താണ്? ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ക്യാരിഡ് അറ്റ് ഫെയർ വാല്യൂ ഓർ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാരി ചെയ്യുന്നത് ഫെയർ വാല്യൂയിലോ കോസ്റ്റ് പ്രൈസിലോ, ഇതിലേതാണ് കുറവ് ആ എമൗണ്ടിലായിരിക്കും നമ്മൾ ക്യാരി ചെയ്യുക. ക്യാരി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമല്ലോ, അക്കൗണ്ട് ബുക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്നും പറഞ്ഞിട്ടുള്ളൊരു എമൗണ്ട് കോളം വെക്കാറുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ സമയത്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പോൾ ഷെയറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഷെയറിന് മാർക്കറ്റിൽ എത്ര വാല്യൂ ആണ് ഉള്ളത് എന്ന് നോക്കും. ആ സമയത്ത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ആ സമയത്ത് മാർക്കറ്റിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഷെയറിന് 10,000 രൂപയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് വയ്ക്കാം. ഓക്കെ, 10,000 രൂപയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് വയ്ക്കാം. ഞാൻ ആ ഷെയർ മേടിച്ചത് 12,000 രൂപയ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. മാർക്കറ്റ് വാല്യൂവിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ഈ 12,000 ഞാൻ എത്ര രൂപയ്ക്കാണോ ആ ഷെയർ മേടിച്ചത് അതിനെയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലേത് എമൗണ്ടാണ് നമ്മൾ ബുക്കിൽ ക്യാരി ചെയ്യാന്നുള്ളത് നോക്കിയാൽ ഇതിലേതാണ് കുറവെന്ന് നോക്കും. മാർക്കറ്റ് വാല്യൂ ആണോ അല്ലെങ്കിൽ ഫെയർ വാല്യൂ ആണോ കുറവ്, അതോ കോസ്റ്റ് പ്രൈസ് ആണോ കുറവെന്ന് നോക്കും. ഇവിടെ ഏതാ കുറവ്? ഫെയർ വാല്യൂ ആണ് കുറവ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തിലേ വാല്യൂ ചെയ്യത്തുള്ളൂ? ഫെയർ വാല്യൂയിലേ ക്യാരി ചെയ്യത്തുള്ളൂ. കോസ്റ്റ് പ്രൈസ് നമ്മളവിടെ കൺസിഡർ ചെയ്യത്തില്ല. ഏതാണ് കുറവ് ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ പിന്നെ ഇട്ടു പോകുന്നത്. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ക്യാരി ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത്
ഫെയർ വാല്യൂ ഓർ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് അല്ലെങ്കിൽ വിച്ച് എവർ ഈസ് ലോവർ. ഏതാണോ കുറവ് ആ എമൗണ്ട് ആയിരിക്കും നമ്മളെടുത്ത് ക്യാരി ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് ഹെഡിലാണ് കാണിക്കുന്നത്? കറണ്ട് അസറ്റ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അസറ്റ് സൈഡിൽ വരുന്ന ഒരു ഹെഡ് ഉണ്ടല്ലോ, കറണ്ട് അസറ്റിന് താഴെയാണ് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കാണിക്കുന്നത്. കാരണം എന്താണ്? കറണ്ട് അസറ്റ് ആണല്ലേ, ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ റിയലൈസ് ചെയ്യാൻ വെച്ചേക്കുന്ന അസറ്റാണ് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും കറണ്ട് അസറ്റ് ആണല്ലോ. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷം വരെ വാലിഡിറ്റി അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി ഉള്ള അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന, അതിന് വേണ്ടി നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി ആയ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? കറണ്ട് അസറ്റ് തന്നെയാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ഹെഡിന് താഴെയാണ് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ ആണോ? ഈ ഒരൊറ്റ കാര്യം കൂടി, നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റ് ചെയ്യാനല്ലേ വാങ്ങിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാലാകാലങ്ങളോളം വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമല്ല. നമ്മൾക്ക് എപ്പോൾ തോന്നുന്നു അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുമെന്ന് പറഞ്ഞു. സെയിൽ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് ലോസ് ആയിരിക്കും കിട്ടുന്നത്. ഒന്നുകിൽ ഇതിലേതെങ്കിലും ഒന്ന് കിട്ടുമല്ലോ. ഒന്നുകിൽ പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ എന്ത് കിട്ടും? ലോസ് കിട്ടും. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യണം? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എവിടെ റെക്കോർഡ് ചെയ്യും? ഇൻകം സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്താ? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻകം സൈഡിൽ നമ്മൾ കൊടുക്കും, അപ്പുറത്തെ ക്രെഡിറ്റ് സൈഡിൽ. ഇനി ലോസ് ആണ് കിട്ടുന്നതെങ്കിൽ ലോസ് ഓൺ സെയിൽ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. നമ്മൾ എന്താ P&L ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കാണും. ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഇങ്ങനെ വരുന്ന എമൗണ്ടാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുമ്പോൾ പ്രോഫിറ്റോ ലോസോ ഉണ്ടാവാം. അത് കൃത്യമായിട്ട് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം? P&L അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അപ്പോൾ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിന് താഴെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെക്യൂരിറ്റിയാണ്. അപ് ടു 1 ഇയർ അത്രയും മാത്രമേ നമ്മളത് ക്യാരി ചെയ്യത്തുള്ളൂ. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് എന്തെന്നും പറയാം? മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്നും പറയാം. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എപ്പോഴും ക്യാരി ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഫെയർ വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഓക്കെ, ഇനി കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന ഐറ്റമാണ്. ഇനി കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ എങ്ങോട്ട് റെക്കോർഡ് ചെയ്യും? P&L അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യും. അപ്പോൾ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഏകദേശം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 അനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്, കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും. അപ്പോൾ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. നേരത്തെ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ മറ്റൊരു പേര് പറഞ്ഞു, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അതുപോലെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് മറ്റൊരു പേര് പറയും, ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും പറയും. എന്താ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലാത്തത് എന്തും എന്താണ്? നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. അല്ലെങ്കിൽ എന്താ പറയാം, ഒരു വർഷത്തിന് മേലെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന എന്തും എന്താണ്? നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു ലോങ് ടേം ബേസിലേക്ക് നമ്മൾ, അതായത് നമുക്ക് പെട്ടെന്നൊന്നും വിൽക്കാൻ ഉദ്ദേശമില്ല, കുറേ നാളത്തേക്ക് നമ്മളിങ്ങനെ അതിനകത്തുനിന്നൊരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കും. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതർ ദാൻ എ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലാത്തത് എന്തും എന്താണ്? നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇനി ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ലോങ് ടേം ബേസിലേക്ക് നമ്മൾ ഹെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു റെഗുലർ ഇൻകം, നമുക്കതിനകത്തുനിന്നൊരു കൃത്യമായിട്ടുള്ളൊരു വരുമാനം എല്ലാ മാസവും കിട്ടണം, ഒരേ വർഷത്തേക്ക് നമുക്കത് വേണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നേരത്തെ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ക്യാരി ചെയ്യുന്നതെന്ന് പറഞ്ഞത്? ഫെയർ വാല്യൂ ഓർ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഇതിലേതാണോ കുറവ്
അതിലാണ് നമ്മൾ ക്യാരി ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇത് ക്യാരി ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. എന്ന് വെച്ചാൽ എത്ര രൂപ കൊടുത്താണോ നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചത് ആ എമൗണ്ടിൽ തന്നെയാണ് നമ്മളത് ക്യാരി ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ട്സിൽ അത് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, അവിടെ നമ്മൾ മാർക്കറ്റ് വാല്യൂ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. നമ്മൾ വാങ്ങിച്ച എമൗണ്ട് എത്ര രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത് ആ ഒരു എമൗണ്ടിൽ തന്നെയാണ് നമ്മളെ അക്കൗണ്ടിൽ അത് കാണിച്ചു പോകുന്നത്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആർ യൂഷ്വലി ക്യാരിഡ് എ കോസ്റ്റ്. തിരിഞ്ഞു പോവരുത്. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഫെയർ വാല്യൂ ഓർ കോസ്റ്റ് വിച്ച് എവർ ഈസ് ലെസ്. നോൺ കറണ്ട് അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിൽ മാത്രമാണ്. ഇനി ഈ ഒരു കേസിന് ഒരു കുഞ്ഞ് എക്സംഷൻ ഉണ്ട്, അതൊന്ന് പറഞ്ഞു പോവാം. എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് ഓഫ് എനി പെർമനൻറ്റ് ഡിക്ലൈൻ ഇൻ ഇറ്റ്സ് വാല്യൂ ഷുഡ് ബി റെഡ്യൂസ്ഡ് ടു ഫെയർ വാല്യൂ. എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ച ഈ സാധനം വാങ്ങിച്ച സമയത്ത് ഭയങ്കര റേറ്റിന് വാങ്ങിച്ചതാണ്, പെട്ടെന്ന് ഇതിൻ്റെ വില അങ്ങ് ഇടിഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായിട്ട് ഈ ഇടിഞ്ഞ വിലയിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല, പെട്ടെന്ന് അതങ്ങ് കുറഞ്ഞു. അപ്പോഴും നമ്മുടെ ബുക്കിൽ നമ്മളന്ന് വാങ്ങിച്ച ഹൈ എമൗണ്ടാണ് കിടക്കുന്നത്. നമ്മളതിന് ഡിപ്രീസിയേഷൻ അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം എഴുതി പോവുക. നമ്മുടെ കയ്യിൽ അത്രയും അസറ്റ് കൂടി കിടക്കുകയാണ്. പക്ഷേ നിലവിൽ മാർക്കറ്റിൽ അതിന് ഒട്ടും വാല്യൂ ഇല്ല. നമ്മൾ നോക്കുവാണ് ഇപ്പോഴെങ്ങും ഇതിന് ഇനി ഒരു മുന്നേറ്റം ഉണ്ടാവാൻ പോകുന്നില്ല, അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡിക്ലൈൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു, അങ്ങനെ അതിനെ കണക്കാക്കി കഴിഞ്ഞു. അങ്ങനെയുള്ള കേസിൽ ആ ഒരു കേസിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബുക്കിൽ ഫെയർ വാല്യൂയിലോട്ട് നമുക്ക് ആ എമൗണ്ടിനെ മാറ്റാം. കോസ്റ്റ് പ്രൈസിൽ നിന്നും ഫെയർ വാല്യൂ മാർക്കറ്റിൽ ഇപ്പോൾ അതിന് പ്രിവൈലിംഗ് ആയിട്ട് എത്ര എമൗണ്ട് ആണോ ഉള്ളത് ആ ഒരു വാല്യൂയിലോട്ട് നമുക്ക് മാറ്റാം. ഏത് സമയത്താണ് പെർമനൻറ്റ് ഡിക്ലൈൻ എന്ന് പറയുന്നത്? അതിൻ്റെ വാല്യൂവിന് ഒരു പെർമനൻറ്റ് ഡിക്ലൈൻ ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത സമയത്തെല്ലാം എന്തിലാണ് പോകുന്നത്? കോസ്റ്റ് പ്രൈസിലാണ് പോകുന്നത്. പെർമനൻറ്റ് ഡിക്ലൈൻ വരുന്ന സമയത്ത് മാത്രം വരുന്ന ഒരു എക്സംഷനാണിത്. ഓക്കെ, ഇനി അപ്പം നമുക്ക് അത്രയും രൂപ നമ്മൾ ആ അക്കൗണ്ടിൽ കുറച്ച് കാണിക്കാമെന്ന് പറയുന്നൊരു കേസ് വരുന്നല്ലോ. അതായത് പെർമനൻറ്റ് ഡിക്ലൈൻ ഉണ്ടാവുന്ന സമയത്ത് അന്നേരം മാർക്കറ്റിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഷെയറിന് എത്ര രൂപയാണോ അത് നമുക്ക് നമ്മുടെ ബുക്സിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം ഇത്രയും വില കൂടി നിന്നെടുത്ത് നമ്മൾ അത്രയും രൂപ വില കുറച്ച് കാണിക്കുമ്പോൾ ഈ റിഡക്ഷൻ വന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സ്റ്റേറ്റ് ചെയ്യണം. ആ റിഡക്ഷൻ വന്ന എമൗണ്ടിനെ നമ്മൾ P&L അക്കൗണ്ടിൽ അത് കൃത്യമായിട്ട് എടുത്ത് കാണിച്ചിരിക്കണം. ഓക്കെ, ഇതെല്ലാ സമയത്തും ഉള്ളതല്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഈ ഫെയർ വാല്യൂ നോക്കത്തില്ല. എങ്ങനെയുള്ള കേസിൽ മാത്രമേ നോക്കത്തുള്ളൂ? പെർമനൻറ്റ് ഡിക്ലൈൻ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. എടുത്തെടുത്ത് പറയുന്നത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാത്ത സമയത്ത് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ കോസ്റ്റ് പ്രൈസിലാണ് ക്യാരി ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു പെർമനൻറ്റ് ഡിക്ലൈൻ ആണെന്ന് പറഞ്ഞിട്ട് ഫെയർ വാല്യൂയിലോട്ട് നമ്മൾ ഈ സാധനത്തിനെ നമ്മൾ ഫെയർ വാല്യൂവിൽ കൊണ്ടുവന്ന് ക്യാരി ചെയ്തുകൊണ്ട് പോവാണ്. പെട്ടെന്ന് ഇതിൻ്റെ വാല്യൂ പിന്നെയും കൂടി. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ കൂടുമെന്ന്. പക്ഷെ കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയിപ്പം ഫെയർ വാല്യൂ കുറഞ്ഞ് തന്നെ നമ്മുടെ ബുക്കിൽ ആ കുറഞ്ഞ് തന്നെ കിടക്കട്ടെ എന്ന് കരുതി നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ തിരിച്ചത് റിവേഴ്സ് ചെയ്ത് തന്നെ ചെയ്യണം. നമ്മൾ ഈ ചെയ്ത കാര്യം നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. എന്താ? ദ റിഡക്ഷൻ ഇൻ ക്യാരിയിങ് എമൗണ്ട് ഈസ് റിവേഴ്സ്ഡ് വെൻ ദർ ഈസ് എ റൈസ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ആ റിഡക്ഷൻ ചെയ്ത എമൗണ്ട് തിരിച്ച് റിവേഴ്സ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കറക്റ്റായിട്ട് സ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇതിനാണ്. എങ്ങാനും ഒരു പ്രൈസ് മാർക്കറ്റിൽ അതിന് കൂടി വരുവാണെങ്കിൽ നമ്മൾ ആ ചെയ്ത റിഡക്ഷൻ എമൗണ്ട് തിരിച്ച് റിവേഴ്സ് ചെയ്തിരിക്കണം. ഈ ഒരു കേസ് ഒന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെ ഒരു കാര്യവും കൂടി ഇതിനുള്ളിലുണ്ട് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാത്ത സമയത്ത് ഇങ്ങനെ തന്നെ ക്യാരി ചെയ്യണം, കോസ്റ്റ് പ്രൈസിൽ തന്നെ ക്യാരി ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതിൻ്റെ റൂള്. ഇതൊരു എക്സംഷൻ കേസാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റിന് താഴെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഏത് ഹെഡിന് താഴെയായിരിക്കും കാണിക്കുന്നത്? നോൺ കറണ്ട് അസറ്റിന് താഴെയായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇനി പ്രോഫിറ്റ് ഓൺ സെയിൽ ഈസ് അഡ്ജസ്റ്റഡ് ഇൻ ക്യാപിറ്റൽ റിസർവ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കറണ്ട് അസറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. കറണ്ട് അസറ്റ് നമ്മൾ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വിൽക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് എങ്ങോട്ട് കാണിക്കണം എന്നാണ് പറഞ്ഞത്?
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ നോൺ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ സെയിൽ നടക്കുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ റിസർവിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റിലോട്ടാണ് പോകുന്നത് അല്ലേ എമൗണ്ട്? ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നതിലോട്ടാണ് പോകുന്നത്. കാരണം എന്താ? നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ അല്ലേ കിട്ടുന്നത്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ കിട്ടിയത്. ഒരു ഫിക്സഡ് അസറ്റ് പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നോൺ കറണ്ട് അസറ്റ് പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന എന്ത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സെയിൽ ചെയ്യുവാണെങ്കിൽ അതിനകത്തുനിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് P&L അക്കൗണ്ടിലല്ല, എവിടെയാണ്? ക്യാപിറ്റൽ റിസർവിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനകത്തുനിന്നും കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനകത്തുനിന്നും നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനകത്തുനിന്നും നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്ത്? മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അതുപോലെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് current investment are carried in fair value or cost price whichever is less. ഏതാണോ കുറവ് അതിലാണ് ക്യാരി ചെയ്യുന്നത്. നേരെ തിരിച്ച് ഇപ്പുറത്ത് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാരിഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓൺലി. ഇനി എക്സംഷൻ്റെ ഒരു കേസ് ഉണ്ട്, അതും കൂടി ഓർത്ത് വയ്ക്കുക. അത് ഡിക്ലൈൻ ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ്, അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം, കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ഹെഡിന് താഴെയാണ് കാണിക്കുന്നത്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ഹെഡിന് താഴെയാണ് കാണിക്കുന്നത്. ഓക്കെ. ഇനി കറണ്ട് അസറ്റ് എന്ന് പറയുന്നതിൽ കറണ്ട് അസറ്റ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ P&L അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ അത് വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിസർവിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഓക്കെ ആണല്ലോ. ഇനി ഒരു ടേം ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ. ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്, നമുക്ക് ലെഡ്ജർ എന്താണെന്ന് അറിയാലോ. സത്യത്തിൽ നമ്മൾ ലെഡ്ജർ എന്ന് വിചാരിക്കുന്നത് നമ്മളെല്ലാം ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്നൊക്കെ വരച്ചിട്ടൊരു സാധനം വരയ്ക്കും. അതിനെ നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. ശരിക്കും അതൊരു അക്കൗണ്ടാണ് അല്ലേ. ലെഡ്ജർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി കീപ്പ് ചെയ്യുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. അതിനകത്താണ് നമ്മൾ ഈ അക്കൗണ്ട് വരയ്ക്കുന്നത്. ആ ബുക്കിനകത്താണ് നമ്മൾ അക്കൗണ്ട് വരയ്ക്കുന്നത്. ശരിക്കും ആ ലെഡ്ജർ എന്ന് പറയുന്നത് ഒരു ബുക്കാണ്. നമുക്ക് കടയിലൊക്കെ ചെന്ന് മേടിക്കാൻ പറ്റും, ലെഡ്ജർ ബുക്ക് എന്നും പറഞ്ഞ് മേടിക്കാൻ പറ്റും. ബുക്കിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ എന്താണെന്ന് വെച്ചാൽ അത് തരത്തിലൊരു ലെഡ്ജർ ബുക്കാണത്. ഓക്കെ. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിനി പറയുന്നത്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലെഡ്ജർ വിച്ച് ഈസ് യൂസ്ഡ് ബൈ ഇൻവെസ്റ്റിംഗ് എൻറ്റിറ്റി ടു റെക്കോർഡ് ഓൾ ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു കമ്പനി ഇപ്പോൾ ഒരാളുടെ നിന്ന് മാത്രമാണോ ഷെയർ വാങ്ങിക്കുന്നത്? അല്ല, അവർ ചിലപ്പോൾ ഒരു 100 ഷെയർ മേടിക്കുന്നുണ്ടായിരിക്കും, 100 കമ്പനിയുടെ ഷെയർ മേടിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ 200 ഷെയർ മേടിക്കുന്നുണ്ടായിരിക്കും. ഒരെണ്ണം മാത്രമാണെങ്കിൽ നമുക്ക് നോക്കിയും കണ്ടുമൊക്കെ ഇരിക്കാം, ഒരു അക്കൗണ്ട് മാത്രം വരച്ച് വെച്ച് എവിടെയെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യും. പക്ഷേ 100 ഷെയറൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് പറ്റുമോ? അപ്പോൾ അവരെന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് പുതിയൊരു ലെഡ്ജർ അങ്ങോട്ട് ഉണ്ടാക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ എന്നും പറഞ്ഞ് പുതിയൊരു ലെഡ്ജർ ബുക്ക് അങ്ങോട്ട് എടുക്കും. അതിനകത്താണ് എവിടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാ അക്കൗണ്ട്സ് ആ ബുക്കിനകത്താണ് വരയ്ക്കുന്നത്. അതിനകത്ത് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടായിട്ട് വരയ്ക്കും. ഇപ്പോൾ എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഒരു ഷെയർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു എ ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കും. ബി ലിമിറ്റഡിൽ നിന്ന് വേറൊരു ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പേജ് എടുത്തിട്ട് എന്ത് വരയ്ക്കും? ബി ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരയ്ക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജറിനകത്ത് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് വരയ്ക്കും. ആ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എല്ലാം കൂടി ചേരുന്ന ഒരു ബുക്കാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലെഡ്ജർ which is used by investing entity to record all details of investment. എവിടൊക്കെയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എൻറ്റിറ്റി കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലെഡ്ജറാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താ? ഇറ്റ് റെക്കോർഡ്സ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു
പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. എന്താ, നമ്മൾ ഷെയർ മേടിക്കും, ചിലപ്പോൾ വിൽക്കും, വീണ്ടും മേടിക്കും, വിൽക്കും, അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഒരു തവണ മേടിച്ച് വെച്ചിട്ട് പിന്നെ 10 വർഷം കഴിഞ്ഞൊന്നുമല്ല വിൽക്കുന്നത്. എപ്പോഴും കമ്പനീസ് വാങ്ങിക്കുന്ന മാർക്കറ്റബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ്, നമ്മുടെ എന്താ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വാങ്ങിക്കുന്നത്. വാങ്ങിക്കും, 2 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ വിൽക്കും, 3 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ വിൽക്കും, അങ്ങനെ വാങ്ങിക്കും വിൽക്കും. അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സെയിലും പർച്ചേസും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തോ യൂസ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ. ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജറിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ പർച്ചേസും എല്ലാ സെയിൽസും എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്രോപ്പർ റെക്കോർഡിംഗ് ഓഫ് ഈച്ച് സെക്യൂരിറ്റി സെപ്പറേറ്റ്ലി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ സെക്യൂരിറ്റീസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 100 കമ്പനിയുടെ ഷെയർ മേടിക്കുവാണെങ്കിൽ 100 അക്കൗണ്ട് ആയിരിക്കും വരയ്ക്കുന്നത്. നമ്മൾ 100 ഷെയർ ഒരു കമ്പനിയിൽ നിന്ന് മാത്രമല്ല 100 കമ്പനിയുടെ ഷെയർ നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കമ്പനിക്കും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആയിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം സെപ്പറേറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഫെസിലിറ്റേറ്റ്സ് കളക്ഷൻ ഓഫ് ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ്. നമ്മൾ സെക്യൂരിറ്റീസ് മേടിച്ച് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഷെയർ ആണ് മേടിക്കുന്നതെങ്കിൽ ഷെയർ മേടിച്ച് വെച്ചാൽ ഷെയർ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും മാത്രമല്ലല്ലോ, ചിലപ്പോൾ അതിന് എന്ത് കിട്ടും, ഒരു ക്വാർട്ടർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ ഒക്കെ അതിന് ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും ഒക്കെ കിട്ടാറുമുണ്ട് അല്ലേ. അപ്പോൾ അതും എല്ലാം കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ യൂസ് ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അല്ലാതെ അതൊരു ബുക്കാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്തിലാണ് വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജറിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലെഡ്ജർ വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ ഇൻവെസ്റ്റിംഗ് എൻറ്റിറ്റി to record all the details of each investment. ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വരുന്നത്? പർച്ചേസ് ആൻഡ് സെയിൽ വരും, ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും കളക്ട് ചെയ്യുന്നത് വരും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബുക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇനി ഹെൽപ്സ് ടു ഡിറ്റർമിൻ വാല്യൂ ഓഫ് സെക്യൂരിറ്റി. എന്താ, നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഇപ്പം ഞാൻ 6 മാസം മുമ്പ് ഒരു ഷെയർ മേടിച്ചു. 6 മാസം കഴിഞ്ഞു. ഇപ്പോൾ ആ സെക്യൂരിറ്റിന് എത്ര രൂപയാണ്, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന അതിൻ്റെ കോസ്റ്റ് പ്രൈസ്, അതിന് ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ഇപ്പോൾ അതിന് എത്ര വിലയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അക്കൗണ്ട് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. അല്ലാതെ നമ്മൾ അന്ന് ഇത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്, ഇപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ ഇത്ര ഡിവിഡൻറ്റ് കിട്ടി, അങ്ങനെയൊക്കെ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ ഈ ലെഡ്ജർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിന് എത്ര വാല്യൂ ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. മാർക്കറ്റിൽ ഇപ്പോൾ എത്ര പ്രിവൈലിംഗ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്, നമുക്കിപ്പോൾ പ്രോഫിറ്റ് ആണോ സെയിലാണോ എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതാണ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെല്ലിംഗ് സെക്യൂരിറ്റി. ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ഷെയർ മേടിച്ച് വെച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞു, ഒരു 8 മാസമൊക്കെ കഴിഞ്ഞ് ഞാനിത് വിൽക്കാൻ പോവാണ്. ഇപ്പോൾ വിറ്റാൽ എനിക്ക് പ്രോഫിറ്റ് ആയിരിക്കുമോ ലോസ് ആയിരിക്കുമോ, ഇതിനകത്ത് നിന്ന് എനിക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടി എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജറിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യമാണ് ഇതൊക്കെ. എന്താണ്, അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലെഡ്ജറാണ്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും, പർച്ചേസും സെയിലുമായിട്ട് റിലേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻസ്, ഡിവിഡൻറ്റ് ഇൻട്രസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ആ സെക്യൂരിറ്റി സെൽ ചെയ്താൽ അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലെഡ്ജറാണ് എന്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ഇതാണ് നമ്മൾ പറഞ്ഞ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ആ സാധനം. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ എന്ന് പറഞ്ഞേ ബുക്കാണത്. അതിനകത്താണ്, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജറിനകത്താണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പ് അക്കൗണ്ടാണുള്ളത്. എന്തൊക്കെയാണ്? റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്?
റിയൽ അക്കൗണ്ട് ആണ്. എന്ന് വെച്ചാൽ നമ്മളെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റ് ആണല്ലേ. അപ്പം അസറ്റുകളുടെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് എന്തിനകത്താണ്? റിയൽ അക്കൗണ്ടിനകത്താണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ത് ടൈപ്പ് അക്കൗണ്ട് ആണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? റിയൽ അക്കൗണ്ട് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ട് ഇല്ലേ, അതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കുമ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുമ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പോൾ ഷെയറാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടും, ഡിബഞ്ചറാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇങ്ങനെ ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും ഒക്കെ കിട്ടുന്ന സമയത്തും ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ ഈ കിട്ടിയ ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റോ ഇതെല്ലാം കൂടി നമ്മൾ P&Lലോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം. ഈ സമയത്തുമൊക്കെ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അതെങ്ങനെയൊക്കെയാണ് നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കേസ്. ഇൻ കേസ് ഓഫ് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ നമ്മളത് എന്താണ് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്, ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. ഇത് രണ്ടും വരുന്നത് എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അസറ്റാണ്, ക്യാഷ് എന്ന് പറഞ്ഞാലും ഒരു അസറ്റാണ് അല്ലേ. അപ്പോൾ രണ്ടിൻ്റെ കേസിലും അസറ്റിലാണ് ഒരു റിഫ്ലക്ഷൻ വരുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു അസറ്റ് നമുക്ക് കൂടുകയല്ലേ ചെയ്യുന്നത്? നമ്മൾക്കറിയാം റിയൽ അക്കൗണ്ടിൽ എന്താ നമ്മൾ പറയുന്നത്? അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായിട്ട് 5 ഹെഡ് വെച്ചാണ് ഇതുപോലെ പഠിക്കുന്നത്. അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, അങ്ങനെ കുറച്ച് ഹെഡ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഡ്രോയിങ്സ്. ഈ കേസിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ക്യാപിറ്റൽ അങ്ങനെയൊക്കെ വരുന്ന കേസിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടും നോക്കിയേ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാലും അസറ്റാണ്, ക്യാഷ് എന്ന് പറഞ്ഞാലും എന്താണ്? അസറ്റാണ്. പക്ഷേ ഇത് രണ്ടും കൂടുതൽ കുറയുകയാണോ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണം. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കുന്നു, കാശ് കൊടുത്താണല്ലോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കുന്നത്. നമ്മൾ കാശ് അങ്ങോട്ട് കൊടുക്കുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർ ഇങ്ങോട്ട് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് വാങ്ങിക്കുന്നു. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ് കൂടി. എന്ത് ചെയ്യും? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് അല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. നമ്മൾ കാശ് കൊടുത്തിട്ടല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചത്. കാശ് കൊടുക്കുമ്പോൾ നമ്മളെ കയ്യിലിരുന്ന കാശ് കുറയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കാശ് എന്ന് പറയുന്ന അസറ്റ്, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. അപ്പോൾ അതെന്ത് ചെയ്യണം? ക്യാഷ് അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറഞ്ഞു, അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ ചെല്ലുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങി കൈവയ്ക്കുന്നു, കയ്യിരിക്കുന്ന കാശ് അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മുടെ കയ്യിൽ എന്ത് വന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി, അസറ്റ് കൂടി. അസറ്റ് ഡെബിറ്റ് ചെയ്യുക. കൂടുമ്പോൾ എന്ത് ഡെബിറ്റ് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. കയ്യിലിരുന്ന കാശ് പോയി, നമ്മുടെ അസറ്റ് കുറഞ്ഞു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു, അത് ക്രെഡിറ്റ് ചെയ്യണം. അപ്പം എന്ത് ചെയ്യുക? ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇൻ കേസ് ഓഫ് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്, ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. ഓക്കെ ആണേ? പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് ഇത് പറഞ്ഞത്. നെക്സ്റ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻ കേസ് ഓഫ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെല്ല് ചെയ്യുക. എൻ്റെ കയ്യിലിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ വിൽക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങോട്ട് കൊടുത്തു, അവർ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചതിന് പകരമായിട്ട് എനിക്ക് ക്യാഷ് തന്നു. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്? എൻ്റെ കയ്യിലിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പോയി, പകരം എനിക്ക് കുറച്ച് ക്യാഷ് കിട്ടി. ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ അതിന് പകരമായിട്ട് കുറച്ച് ക്യാഷ് കിട്ടി. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആയിരുന്നു അല്ലേ. ആ അസറ്റ് അങ്ങോട്ട് പോയെന്ന് വെച്ചാൽ അസറ്റ് കുറയുമ്പോൾ എന്താ ചെയ്യുക? ക്രെഡിറ്റ് അല്ലേ ചെയ്യുക. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു, ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. ഇനി ആ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടി? പക്ഷേ ക്യാഷ് കിട്ടി അല്ലേ. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് അങ്ങോട്ട് കൂടി. അപ്പോൾ എന്ത് ചെയ്യണം? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടുമ്പോൾ അത് ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്.
ഓക്കെ, അപ്പം ഇത് നേരെ തിരിച്ചു വരും. ഇതിൻ്റെ നേരെ റിവേഴ്സാണ് സെയിൽ നടക്കുമ്പം വരുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്, ക്യാഷ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ്. ഇൻ കേസ് ഓഫ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്, ക്യാഷ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. ഓക്കെ, ഇനി ഒരു ടേം ഉണ്ട്, ബ്രോക്കറേജ്. നമുക്കറിയാവുന്ന ടേമാണ് ബ്രോക്കറേജ് എന്ന് പറയുന്നത്. ബ്രോക്കർമാർക്ക് നമ്മൾ കൊടുക്കുന്ന കമ്മീഷനില്ലേ, അത് തന്നെയാണ് ബ്രോക്കറേജ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഈ കമ്പനിയുടെ ഷെയറും ഡിബഞ്ചറും ഒന്നും നമ്മൾ നേരിട്ടല്ല മിക്കപ്പോഴും മേടിക്കുന്നത്. നേരിട്ട് മേടിക്കുന്നവരും ഉണ്ട്, ഇല്ല എന്നല്ല. എന്നാലും മിക്കവരും ഒരു ഇടനിലക്കാർ ബ്രോക്കേഴ്സിനെ വെച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ ഈ ബ്രോക്കേഴ്സിന് നമ്മൾ കുറച്ച് എമൗണ്ട് ബ്രോക്കറേജ് ആയിട്ട്, ഇടനിലക്കാരല്ലേ, അവർക്കൊരു കമ്മീഷനൊക്കെ കൊടുക്കണമല്ലോ. അങ്ങനെ കൊടുക്കുന്ന അവർ നമുക്ക് തരുന്ന സർവീസിന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഫീ അല്ലെങ്കിൽ ഒരു കമ്മീഷൻ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബ്രോക്കറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ആർ മെയ്ഡ് ത്രൂ ബ്രോക്കേഴ്സ് ആൻഡ് ദേ ചാർജ് എ സ്മോൾ കമ്മീഷൻ എഗൻസ്റ്റ് ദ സർവീസ് റെൻഡേർഡ് ബൈ ദം. എന്താ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ഷെയറും ഡിബഞ്ചറും ഒക്കെ വാങ്ങിക്കുന്നത് എന്ത് വഴിയാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയല്ലേ. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത് ബ്രോക്കേഴ്സ് വഴിയാണ്. അവർ വഴിയാണ് വാങ്ങലും വിൽക്കലും ഒക്കെ നടക്കുന്നത്. ഓൺലൈൻ ബ്രോക്കേഴ്സും ഒക്കെ ഉണ്ട് ഇപ്പോൾ, അല്ലേ. അപ്പോൾ അവർ വഴിയാണ് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അവർ നമ്മൾക്ക് വാങ്ങാനാണെങ്കിലും അവർ കുറച്ച് സർവീസ് തരും, വിൽക്കാനാണെങ്കിലും അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവരൊരു ചെറിയൊരു ഫീസ് ചാർജ് ചെയ്യുന്നുമുണ്ട്, അല്ലേ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബ്രോക്കറേജ് എന്ന് പറയുന്നത്. ഇനി ചില സാഹചര്യങ്ങളിൽ ഈ ബാങ്കുകൾ ബ്രോക്കേഴ്സായിട്ട് നിൽക്കും. അതായത് ബാങ്ക് വഴിയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എല്ലാം നടത്തുന്നതെങ്കിൽ അവരും ഒരു കമ്മീഷൻ ചാർജ് ചെയ്യും. ബാങ്ക് ഇതുപോലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കുള്ള ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് ബാങ്കും ഒരു കമ്മീഷൻ, ബാങ്ക് വഴിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ബാങ്കാണ് ഇതിൻ്റെ ഒരു ഇടനിലക്കാരായിട്ട് നിൽക്കുന്നതെങ്കിൽ അവരും ഒരു കമ്മീഷൻ ചാർജ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബ്രോക്കറേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ആർ മെയ്ഡ് ത്രൂ brokers and they charge a small commission against the service rendered by them. If the transactions are done through banks, they also charge commission. എന്താ, അവരും ഒരു കമ്മീഷൻ ചാർജ് ചെയ്യും. ഈ എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബ്രോക്കറേജ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ബ്രോക്കറേജ് എന്താണെന്ന് നോക്കിയാണല്ലോ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡേറ്റ് പർട്ടിക്കുലർസ് എമൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരയ്ക്കുന്നത്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ് ഇത്. അതിൻ്റെ ഒരു ഫോർമാറ്റ് ഒന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചതാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് നോക്കിയിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിനകത്ത് നമ്മൾ വരയ്ക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ് ഇവിടെ കാണുന്നത്. ചെറിയൊരു പ്രത്യേകത ഉണ്ടല്ലേ, എന്താ അത്, നമ്മളുടെ ഡേറ്റ് പർട്ടിക്കുലർസ് ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ടൊരു 3 കോളം, നോമിനൽ വാല്യൂ, ഇത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്, പിന്നെ പ്രിൻസിപ്പൽ വാല്യൂ, ഇവിടെയും ഡേറ്റ് പർട്ടിക്കുലർസ്, അത് നമുക്ക് ഓക്കെ. ഇവിടെയും നോമിനൽ വാല്യൂ, ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പൽ വാല്യൂ. ഇതെന്താ ഇപ്പോൾ ഇത്, അല്ലേ. സാധാരണ ഡേറ്റ് പർട്ടിക്കുലർസ് എമൗണ്ട് ഇതേ ഉള്ളൂ. നമ്മൾ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സാധനം ഇതേ ഉള്ളൂ. പക്ഷേ ഇച്ചിരി വ്യത്യാസമുള്ളൊരു അക്കൗണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എമൗണ്ട് കോളം 1 അല്ല 3 എണ്ണമാണ് ഉള്ളത്. ഈ നോമിനൽ വാല്യൂ, ഈ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, പ്രിൻസിപ്പൽ, ഇത് 3ഉം എമൗണ്ട് കോളം ആണ്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, അവിടെ 3 എമൗണ്ട് കോളം ഉണ്ട്. 3 എമൗണ്ട് കോളത്തിൻ്റെ പേരെന്താണ്, നമ്മുടെ നോമിനൽ വാല്യൂ എൻ്റർ ചെയ്യാൻ ഒരു കോളം, ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും കിട്ടുമ്പോൾ അത് എൻ്റർ ചെയ്യാൻ സെപ്പറേറ്റ് ഒരു കോളം, പ്രിൻസിപ്പൽ വാല്യൂ അതായത് നമ്മൾ കോസ്റ്റ്, നമ്മൾ ആക്ച്വലി പേ ചെയ്യുന്നതും നമുക്ക് ആക്ച്വലി കിട്ടുന്നതും എന്താണെന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ ഒരു കോളം, അതാണ് പ്രിൻസിപ്പൽ വാല്യൂ കോളം. ഇങ്ങനെ 3 എമൗണ്ട് കോളം ചേരുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമാറ്റ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഹെഡ് കൊടുക്കുന്നത് എന്താണ്, ഇവിടെ -% ഓഫ് ഡിബഞ്ചർ ബോണ്ട് ഷെയർ അക്കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം പല കമ്പനീസിനും പല പെർസെൻറ്റേജ് ആയിരിക്കും. ഇപ്പോൾ എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഞാൻ ഷെയർ വാങ്ങിച്ചു, അവിടെ ചിലപ്പോൾ 10% ആയിരിക്കും അവർ ഷെയറിന് കൊടുക്കുന്ന ഡിവിഡൻഡ്. അപ്പോൾ നമ്മൾ അവിടെ എന്തെന്ന് എഴുതണം,
10 എന്ന് എഴുതണം. 10% ആരുടെ, ഏത് കമ്പനിയുടെ ഷെയർ ഓഫ് എ ലിമിറ്റഡ് കമ്പനി. ചിലപ്പം വേറൊരു കമ്പനി 8% കൊടുക്കുന്നുണ്ടായിരിക്കും. അന്നേരം പെർസെൻറ്റേജ് ഇവിടെ മാറണം. 10 എന്നുള്ളത് എന്താവണം, 8 എന്നാവണം. അപ്പം അതനുസരിച്ച് നമ്മൾ ഓരോ അക്കൗണ്ടിൻ്റെയും മുകളിൽ ഇതിൻ്റെ ഹെഡിങ് എഴുതുമ്പോൾ എത്രയാണോ ആ പെർട്ടിക്കുലർ ഷെയറിൻ്റെ പെർസെൻറ്റേജ് അത് വേണം എഴുതാൻ. ഇപ്പോൾ 10% ഉള്ള ഷെയർ ആണെങ്കിൽ 10% എന്ന് എഴുതുക, 8% ആണെങ്കിൽ 8% എന്ന് എഴുതുക, 12% ആണെങ്കിൽ 12% എന്ന് തന്നെ എഴുതണം. ഓക്കെ, ഇവിടെ നോക്ക്. പിന്നെയുള്ള പ്രത്യേകത ഞാൻ എന്താ പറഞ്ഞത്, എമൗണ്ട് കോളം എന്ന് പറയുന്നത് 3 എണ്ണമാണ് ഉള്ളത് അല്ലേ. നോമിനൽ വാല്യൂ, അതായത് മാർക്കറ്റ് വാല്യൂ എന്ന് നമ്മൾ പറയില്ല, ഫെയർ വാല്യൂ, അത് എൻ്റർ ചെയ്യുന്നൊരു കോളം. പിന്നെ ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ അത് എഴുതാനൊരു സെപ്പറേറ്റ് കോളം. പ്രിൻസിപ്പൽ വാല്യൂ, കോസ്റ്റ് പ്രൈസുകളെല്ലാം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കോളം. ഇങ്ങനെ ഒരു 3 കോളം ചേരുന്നതാണ്, 3 എമൗണ്ട് കോളം ചേരുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. നമ്മൾ യൂഷ്വലി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സ് ആയിട്ടുള്ള ഡേറ്റ് പർട്ടിക്കുലർസ് എമൗണ്ട്. അതല്ല, എമൗണ്ട് കോളം എത്ര എണ്ണം വേണം, 3 എണ്ണം വേണം. അതിൻ്റെയൊക്കെ പേരും അറിയാമല്ലോ, നോമിനൽ വാല്യൂ, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻറ്റ്, പ്രിൻസിപ്പൽ വാല്യൂ. ഓക്കെ, നമ്മൾ ബ്രോക്കറേജിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ വരേണ്ടതാണ് ഇതെന്ന് പറയുന്നത്. ഫോർമാറ്റ് ഞാൻ അതിനിടയ്ക്കൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ ബ്രോക്കറേജിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് എന്താ, ചില സമയത്ത് ഈ ഷെയർ വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും ഗവൺമെൻറ് ഒരു ചാർജ്, എന്തെങ്കിലും സ്റ്റാമ്പ് ഡ്യൂട്ടിയോ, നമ്മൾ മുദ്രപത്രമൊക്കെ എഴുതുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി, അങ്ങനെയൊക്കെ കുറച്ച് ചാർജ് അഡീഷണൽ കയറി വരും. പർച്ചേസ് ചെയ്യുന്ന സമയത്തും കയറി വരും, നമ്മൾ വിൽക്കുന്ന സമയത്തും വരും. ബ്രോക്കറേജും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഒക്കെ നമ്മൾ ഒരേ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ബ്രോക്കറേജിന് ഒരു ട്രീറ്റ്മെൻറ്റ്, സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊന്നുമില്ല. എല്ലാം നമ്മൾ നോക്കുമ്പോൾ എക്സ്പെൻസ് ആണ് അല്ലേ. ബ്രോക്കറേജ് ആണെങ്കിലും എക്സ്പെൻസ് ആണ്, സ്റ്റാമ്പ് ഡ്യൂട്ടി ആണെങ്കിലും എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴും സെയിൽ ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അതാണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ബ്രോക്കറേജ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇതെല്ലാം നമ്മൾ ഈ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതാണ് പറയുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് പർച്ചേസ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കുന്ന സമയത്താണെങ്കിൽ, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കാൻ പോവാണ്, ഞാനൊരു ബ്രോക്കറെ ചെന്ന് കണ്ടു, അയാൾ വഴിയാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ അയാൾ സർവീസ് എല്ലാം എനിക്ക് തന്നു. എന്നിട്ട് എന്താ, സർവീസ് എല്ലാം ചെയ്തു തന്നു. ഗവൺമെൻറ്റിന് ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ അടയ്ക്കാം എന്ന് പറഞ്ഞു. അയാൾ വഴി ഞാൻ എന്ത് വാങ്ങിച്ചു, ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചു. എനിക്ക് ആ സമയത്ത് എന്താ, എൻ്റെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ടോട്ടൽ ഞാൻ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എത്ര രൂപ ചിലവാക്കി എന്ന് ചോദിച്ചാൽ എത്രയെന്നാണ് ഞാൻ പറയേണ്ടത്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര രൂപയ്ക്കാണോ ഞാൻ വാങ്ങിച്ചത്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രൈസ് പ്ലസ് ബ്രോക്കർക്ക് ഞാനൊരു കമ്മീഷൻ കൊടുത്തു കാണുമല്ലോ, അയാൾക്ക് കൊടുത്ത ബ്രോക്കറേജ്. ഓക്കെ, അത് പിന്നെന്താ, അയാൾക്ക് കൊടുത്തതിന് പുറമെ അയാളോട് ഞാൻ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു സ്റ്റാമ്പ് ഡ്യൂട്ടി അയാൾ പറഞ്ഞിരുന്നു വരുമെന്ന്. ഞാൻ പറഞ്ഞത് അടയ്ക്കാമെന്നും പറഞ്ഞു. ഞാൻ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വന്നപ്പോൾ അത് ഞാൻ കൊടുത്തു, സ്റ്റാമ്പ് ഡ്യൂട്ടി. ഇനി ചിലപ്പോൾ വേറെ എന്തെങ്കിലും കമ്മീഷനോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ അഡീഷണൽ കയറി വരും. അങ്ങനെ എന്തെങ്കിലും വന്നാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതർ എക്സ്പെൻസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടും. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കാൻ ആക്ച്വലി ആ ഇൻവെസ്റ്റ്മെൻറ്റിന് എത്ര രൂപയാണോ എന്നുള്ളത് അത് കൊടുത്തു, ബ്രോക്കറേജ് കൊടുത്തു, സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് കൊടുത്തു, മറ്റെന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് വന്നെങ്കിൽ അതും കൊടുത്തു. ഈ കൊടുത്തതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര രൂപയാണോ വരുന്നത്, എല്ലാ എക്സ്പെൻസും കൂടി കൂട്ടി എത്ര രൂപയാണോ വരുന്നത്, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യത്തില്ലേ, ഇതെല്ലാം കൂടെ കൂട്ടുന്ന എമൗണ്ടാണ് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ബ്രോക്കറേജും കമ്മീഷനും സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ കൊടുത്തിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചപ്പോൾ നമുക്ക് ഇത്ര രൂപയായുള്ളൂ, ബ്രോക്കറേജൊക്കെ നമ്മൾ അല്ലാതെ കയ്യിൽ നിന്ന് കൊടുത്തതാണ്, അങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. അത് മാത്രമേ ഞങ്ങൾ ഇത്ര രൂപ 10 ലക്ഷം രൂപയെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചപ്പോൾ ആയുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 25,000 രൂപ കമ്മീഷനും ഒരു 30,000 രൂപ ബ്രോക്കറേജും ഒരു 5,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു. അതൊക്കെ പോട്ടെ, നമുക്ക് 10 ലക്ഷം രൂപയല്ലേ ആയുള്ളൂ, എൻ്റെ കോസ്റ്റ് പ്രൈസ് 10 ലക്ഷം. പറ്റത്തില്ല, അങ്ങനെയല്ല കാണിക്കേണ്ടത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചപ്പോൾ ഓക്കെ, പ്ലസ് 25,000 രൂപ കമ്മീഷൻ കൊടുത്തു, പ്ലസ്
30,000 രൂപ ബ്രോക്കറേജ് കൊടുത്തു, പ്ലസ് 5,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചു, കൂട്ടുക. ഇതെല്ലാം കൂടി വരുന്നതാണ് എൻ്റെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പർച്ചേസ് ചെയ്യുന്ന സമയത്താണേ. ഇനി രണ്ടാമത്തെ കേസ് എന്താ? സെയിൽ വരുന്ന സമയത്ത് ഈ ബ്രോക്കറേജും ഈ കമ്മീഷനും ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. സെയിൽ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സെക്യൂരിറ്റി ഞാൻ വിൽക്കാൻ പോവുകയാണ്. ഞാനത് അന്വേഷിച്ചപ്പോൾ എൻ്റെ ഇപ്പോൾ കയ്യിലിരിക്കുന്ന സെക്യൂരിറ്റി എനിക്ക് വിറ്റാൽ ഒരു 10 ലക്ഷം രൂപ കിട്ടും. ഇപ്പം ഞാൻ ഈ സാധനം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ വിറ്റാൽ എനിക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ കിട്ടും. എനിക്കത് നേരിട്ട് വിൽക്കാൻ പറ്റത്തില്ല, ബ്രോക്കറിലൂടെ മാത്രമേ എനിക്കത് വിൽക്കാൻ പറ്റൂ. ശരി, ബ്രോക്കർ വഴി ഞാനത് വിൽക്കാൻ പോവുകയാണ്. അയാൾ പറഞ്ഞു ഞാനിത് വിറ്റൊക്കെ തരാം, എനിക്ക് എന്ത് തരണം? ബ്രോക്കറേജ് തരണം, പിന്നെ വേറൊരാളുണ്ട് അയാൾക്ക് കമ്മീഷൻ കൊടുക്കണം, ഗവൺമെൻറ്റിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്, അത് നിങ്ങൾ അടയ്ക്കണം. ഓക്കെ, ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം തരാം, ഇതൊന്ന് വിറ്റ് തന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്കൊരു ബ്രോക്കറേജ് എന്ന് പറഞ്ഞിട്ട് ഒരു 20,000 രൂപ അയാൾക്ക് ഞാൻ ബ്രോക്കറേജ് കൊടുത്തു, 5,000 രൂപ ഞാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചു, 25,000 രൂപ എനിക്ക് അഡീഷണൽ കമ്മീഷനും ഒക്കെ ആയിട്ട് മൊത്തം 50,000 രൂപ ഇങ്ങനെയുള്ള ചിലവുകളെല്ലാം കൂടി വന്നു. 10 ലക്ഷം രൂപയുടെ സാധനം ഞാൻ വിൽക്കാൻ 5 ലക്ഷം രൂപ എനിക്ക് അഡീഷണൽ 5 ലക്ഷം അല്ല 50,000 രൂപ എനിക്ക് അഡീഷണൽ ചിലവായി. 10 ലക്ഷം രൂപ എനിക്ക് സെയിൽ നടക്കുമ്പോൾ എനിക്ക് 10 ലക്ഷം രൂപ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് മൊത്തത്തിൽ ഈ ചിലവെല്ലാം കഴിച്ചിട്ട് എനിക്ക് എത്രയേ കിട്ടുന്നുള്ളൂ? 9,50,000 രൂപയെ കിട്ടുന്നുള്ളൂ. 10 ലക്ഷം രൂപയുടെ സാധനം വിൽക്കുമ്പോൾ 10 ലക്ഷം രൂപ കിട്ടുമെന്നാണ് പറഞ്ഞത്. 10 ലക്ഷം രൂപ കിട്ടും, ഈ ബ്രോക്കറേജും കമ്മീഷനും സ്റ്റാമ്പ് ഡ്യൂട്ടി ഒന്നും ഇല്ലെങ്കിൽ കിട്ടും അല്ലേ? പക്ഷേ ഇതെല്ലാം ഉണ്ടല്ലോ, ബ്രോക്കറേജ് ഉണ്ട്, കമ്മീഷനുണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്. ഇതെല്ലാം കഴിച്ചിട്ട് എനിക്ക് 9,50,000 രൂപയെ കിട്ടും. ഇതാണ് എൻ്റെ സെയിൽ പ്രൈസ്. ഓക്കെ, സെയിൽ പ്രൈസ് എന്നും പറഞ്ഞാൽ എനിക്ക് ഇതാണ് കാണിക്കാൻ പറ്റുന്നത്. കാരണം ഇതൊക്കെ അഡീഷണൽ എക്സ്പെൻസ് ഇതിനകത്തുനിന്ന് കുറച്ച് വേണം കാണിക്കാൻ. പർച്ചേസിൻ്റെ സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുക, സെയിലിൻ്റെ സമയത്ത് സെയിൽ പ്രൈസിൽ നിന്ന് ഇത് കുറച്ച് കാണിക്കുക. ഓക്കെ, അപ്പോൾ ബ്രോക്കറേജിൻ്റെ കൂടെയാണ് ഇത് പറയേണ്ടത്. ഓക്കെ, ബ്രോക്കറേജ്, ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി, കമ്മീഷൻ, ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ്. പർച്ചേസിൻ്റെ സമയത്ത് ഇതുപോലുള്ള എക്സ്പെൻസുകളെല്ലാം കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക. സെയിലിൻ്റെ സമയത്ത് ഇതുപോലുള്ള എക്സ്പെൻസുകളെല്ലാം സെയിൽ പ്രൈസിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുക. ഇനി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മളിതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനെല്ലാത്തിനും ഓരോ ജേണൽ എൻട്രീസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഓരോ ജേണൽ എൻട്രിയും എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കേസ്, ആദ്യത്തെ കേസ് എന്താ? പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി എങ്ങനെ വരും? നേരത്തെ പറഞ്ഞല്ലോ, ജേണൽ എൻട്രി ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്, ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ്. അത് തന്നെയല്ലേ ഇവിടെ വന്നേക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്, ബാങ്ക് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ്. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. എന്തിൻ്റെ കേസിലാണ്? പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. രണ്ടാമത്തെ കാര്യം, സെയിൽ നടക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, സെയിൽ നടക്കുമ്പോൾ എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ്, ക്യാഷ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. അത് തന്നെയല്ലേ ഇവിടെയും കൊടുത്തേക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുമ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എങ്ങനെയാ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ സാധാരണ ക്രെഡിറ്റ് ഒന്നും എഴുതാറില്ല, എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്? സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ഇനി അപ്പോൾ മൂന്നാമത്തെ കേസ്, നമുക്ക് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഒക്കെ കിട്ടുന്ന കേസാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചു വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പം ഷെയറാണ് മേടിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതിനൊരു ഡിവിഡൻറ്റ് കിട്ടും. ഡിബഞ്ചറാണ് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടും? ഒരു ഇൻട്രസ്റ്റ് കിട്ടും.
എന്താണെങ്കിലും അതിന് ഷെയറിനാണെങ്കിലും ഡിബഞ്ചറിനാണെങ്കിലും നമുക്കൊരു ഇൻകം കിട്ടുമല്ലോ. ഷെയറിന് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡിവിഡൻഡ് എന്ന് വിളിക്കുക. ഡിബഞ്ചർ ആണെങ്കിലും അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻട്രസ്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് നമുക്ക് കിട്ടുമ്പോൾ ഉള്ള എൻട്രി എന്താണെന്ന്. ഇൻട്രസ്റ്റിനും ഡിവിഡൻറ്റും ഒക്കെ നമുക്കൊരു ഇൻകം അല്ലേ? ഇൻകത്തിന് എപ്പോഴും എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അപ്പം ഇൻകം കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, എപ്പോഴും നമ്മൾ +2 ക്ലാസ്സിന് പഠിക്കുന്നതാണ്. ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. നമുക്ക് എന്ത് ഇൻകം കിട്ടിയാലും, റെൻറ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ +2 ക്ലാസ്സിലും +1 ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നതാണ്. അപ്പം ഇൻകത്തിന് എപ്പോഴും എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പം ഇൻകം കിട്ടുമ്പോൾ, ഇൻകം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഇൻകം കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, നമുക്കിവിടെ എന്ത് കിട്ടുന്നു? ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടുന്നു. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമുക്ക് കിട്ടുന്നത്? ക്യാഷ് ആയിട്ടല്ലേ കിട്ടുന്നത്. അപ്പോൾ ക്യാഷും നമുക്ക് കിട്ടുന്നുണ്ട്, ഇൻകം എന്ന് പറയുന്ന ഒരു അക്കൗണ്ടും ഇൻകമായിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? ക്യാഷാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ 2 അക്കൗണ്ടിലാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലാണ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എന്താ നമുക്ക് കിട്ടുന്നത്? ഒരു ഇൻകം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു ഇൻകം ആയിട്ടാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ ഈ 2 അക്കൗണ്ടിലാണ് നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് അക്കൗണ്ട്. അപ്പം എന്താ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുകയല്ലേ ചെയ്യുന്നത്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടും, അപ്പോൾ അത് ഡെബിറ്റ് ചെയ്യണം. ഇൻകം ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇൻകവും കൂടുകയാണ്. ഇൻകം കൂടുമ്പോൾ എന്താ ചെയ്യുക? ക്രെഡിറ്റാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ക്യാഷ് കൂടും, ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻകം നമുക്ക് കൂടും. അപ്പോൾ ക്യാഷ് കൂടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, കാരണം ക്യാഷ് അക്കൗണ്ട് ഒരു അസറ്റ് അക്കൗണ്ടാണ്. ഇൻകം എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻകം കൂടുമ്പോൾ ഇൻകം അക്കൗണ്ട് കൂടുകയാണ്. ഇൻകം അക്കൗണ്ട് കൂടുമ്പോൾ അത് എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി വരേണ്ടത്? വെൻ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് റിസീവ്ഡ് കിട്ടുകയാണല്ലേ. കിട്ടുമ്പോൾ എന്താ നമ്മുടെ ജേർണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിവിഡൻഡ്. ഇൻട്രസ്റ്റാണ് കിട്ടുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട്, ഡിവിഡൻഡ് ആണ് കിട്ടുന്നതെങ്കിൽ ഡിവിഡൻഡ് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ ഈ അക്കൗണ്ട്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നോക്കിയിട്ട് അവസാനമായിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നൊരു സമയം വരുമല്ലോ. നമ്മൾ ഇയർ എൻഡൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. നമ്മുടെ P&L ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ ഡിവിഡൻഡ്, ആ ഒരു വർഷം നമുക്ക് എത്ര ഡിവിഡൻഡ് ആണോ കിട്ടിയത് അല്ലെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് ആണോ കിട്ടിയത്, അതെല്ലാം നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം? P&L അക്കൗണ്ടിൽ. നമുക്ക് കിട്ടിയ ഇൻകം അല്ലേ? ഇൻകം നമ്മൾ എപ്പോഴും എന്തിൽ കാണിക്കണം? P&L അക്കൗണ്ടിൽ കാണിക്കണ്ടേ? അല്ലാതെ നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ തന്നെ അത് കിട്ടുന്നത് മതിയോ? പോരാ. ഓരോ വർഷവും നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എടുത്ത് വെച്ച് നോക്കുക. അതിനകത്ത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നും പറഞ്ഞിട്ടൊരു എമൗണ്ട് കാണും. ആ ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റണം? P&L അക്കൗണ്ടിലേക്ക് മാറ്റണം ഇല്ലേ? P&L അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലോട്ടാണ് നമ്മൾ ഇൻകംസ് എഴുതുന്നത്? ക്രെഡിറ്റ് സൈഡിലല്ലേ എഴുതുന്നത്. എക്സ്പെൻസ് എല്ലാം P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ഇൻകം എല്ലാം P&Lൻ്റെ ക്രെഡിറ്റ് സൈഡിലുമാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നും പറഞ്ഞ് നമ്മൾ P&L അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വർഷാവർഷം നമ്മൾ ഇതെടുത്ത് എഴുതിയിരിക്കണം. അപ്പോൾ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണ്ടേ? ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള ജേർണൽ എൻട്രിയാണ് നമ്മൾ ഈ പറയുന്നത്. വെൻ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് റിസീവ്ഡ് ട്രാൻസ്ഫറിങ് ടു P&L അക്കൗണ്ട്. ജേർണൽ എൻട്രി വരുന്നത് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു അല്ലെങ്കിൽ ഡിവിഡൻഡ് അക്കൗണ്ട് ഡെറ്റർ ടു P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലല്ലേ നമ്മൾ എഴുതുന്നത്. P&L അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് കൂടുകയല്ലേ. അതുകൊണ്ടാണ് ഇവിടെ P&L അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻട്രസ്റ്റ് അക്കൗണ്ടിനെ എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്ത്? ആ എമൗണ്ട് അങ്ങോട്ടേക്ക് മാറ്റുവാണല്ലേ. നമ്മുടെ ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഡിവിഡൻഡ് അക്കൗണ്ടിൽ കിടക്കുന്ന ആ ഒരു എമൗണ്ടിനെ എടുത്ത് P&L അക്കൗണ്ടിലോട്ട് മാറ്റുവാണ്. അപ്പോൾ ഡിവിഡൻഡ് അക്കൗണ്ടിൽ അത്രയും കുറയണ്ടേ? നമ്മളത് ട്രാൻസ്ഫർ ചെയ്ത് കളയുമ്പോൾ അത്രയും എമൗണ്ട് നമ്മൾ കുറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അത് കുറയുമ്പോൾ നമ്മളത് എന്ത് ചെയ്യുക? ആ അക്കൗണ്ട് ഡെബിറ്റല്ലേ ചെയ്യാൻ പറ്റുമോ? അതൊരു ഇൻകം അക്കൗണ്ടാണ്. അത് കുറയുമ്പോൾ ഡെബിറ്റാണ് ചെയ്യേണ്ടത്, കൂടുമ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിവിഡൻഡ് അക്കൗണ്ട് ഡെറ്റർ ടു P&L അക്കൗണ്ട്. ഓക്കെ, ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുമ്പോൾ ഉള്ള എൻട്രി നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുമ്പോൾ ഉള്ള ജേർണൽ എൻട്രി പറഞ്ഞിരുന്നു. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് 2 രീതിയിൽ വിറ്റൂടെ? പ്രോഫിറ്റിനും വിൽക്കാം, ലോസിനും വിൽക്കാം അല്ലേ.
നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ നമുക്ക് എന്തും കിട്ടാം, ലോസും കിട്ടാം. ഇനിയും വെച്ചുകൊണ്ടിരുന്ന ലോസിന് വിൽക്കുക എന്ന് പറയുമ്പോൾ ആരും പെർട്ടിക്കുലർലി അല്ലെങ്കിൽ ഇൻറ്റൻഷനലി അങ്ങനെ വിൽക്കത്തില്ല. നമ്മൾ നോക്കും മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു, നമ്മൾ കുറച്ചും കൂടി നോക്കും കൂടുന്നുണ്ടോന്ന്. ഇല്ല, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ ഒരുപാട് നഷ്ടത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നഷ്ടത്തിന് നമ്മൾ വിൽക്കാറുണ്ടല്ലേ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തിലൊക്കെ വിൽക്കാം, പ്രോഫിറ്റിലും വിൽക്കാം, ലോസിലും വിൽക്കാം. പ്രോഫിറ്റിൽ വിൽക്കുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമ്മളത് എങ്ങോട്ടേക്ക് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് ഞാൻ അവിടെ പറഞ്ഞായിരുന്നു, അതിൻ്റെ ജേർണൽ എൻട്രിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്രോഫിറ്റിലാണ് വിൽക്കുന്നതെങ്കിൽ അത് നമ്മൾ P&L കാണിക്കണ്ടേ. P&L എങ്ങനെയാണ് കാണിക്കുന്നത്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് P&L അക്കൗണ്ടിൽ കാണിക്കുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് എന്താ, ലാഭമല്ലേ, നമുക്കതൊരു ഇൻകം അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം കിട്ടുമ്പോൾ എവിടെയാണ് കാണിക്കുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് അല്ലേ. ഡെബിറ്റിലെല്ലാം എക്സ്പെൻസും ക്രെഡിറ്റിലെല്ലാം ഇൻകം അല്ലേ കിട്ടുന്നത്. അപ്പോൾ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഇൻകം ആണ്. P&L അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് കാണിക്കുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ജേർണൽ എൻട്രി എങ്ങനെ വരും, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു P&L അക്കൗണ്ട്. തിരിച്ച് നമ്മൾ ലോസിനാണ് വിൽക്കുന്നത്. ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നഷ്ടമാണ്, നമുക്കൊരു ചിലവാണ് അല്ലേ. ഉള്ള കാശും പോയി നഷ്ടവും വന്നു, ഒരു ചിലവ് പോലെയാണ്. P&L അക്കൗണ്ടിൽ എക്സ്പെൻസ് ഒക്കെ നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഡെബിറ്റ് സൈഡിലല്ലേ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ലോസാണ് വരുന്നതെങ്കിൽ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലല്ലേ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്, P&L അക്കൗണ്ട് ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, P&L അക്കൗണ്ട് ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് വരുന്ന ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, പർച്ചേസ് ചെയ്യുമ്പോൾ, സെയിൽ ചെയ്യുമ്പോൾ, ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ, ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, പ്രോഫിറ്റിനാണ് വിറ്റതെങ്കിൽ, ലോസിനാണ് വിറ്റതെങ്കിൽ. ഇത്രയും ഒരു 6 കേസിലാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള നമ്മുടെ ജേർണൽ എൻട്രീസ്. ഈ ഒരു 6 എണ്ണേ ഉള്ളൂ. ഇത് തന്നെ ഇടയ്ക്ക് കയറി വരും. ഓരോ ഇടയ്ക്ക് പർച്ചേസ് ചെയ്യും, പിന്നെ വിൽക്കും, പിന്നെ ഇടയ്ക്ക് പർച്ചേസ്, ഒരു വർഷത്തിനിടയ്ക്ക് ആദ്യം പർച്ചേസ് ചെയ്യും, പിന്നെ വിൽക്കും, ഇൻട്രസ്റ്റ് കിട്ടും, വീണ്ടും ചിലപ്പോൾ വീണ്ടും പർച്ചേസ് ചെയ്യും, വീണ്ടും വിൽക്കും. ഒരു വർഷത്തിനിടയ്ക്ക് ഈ ഒരു 6 ട്രാൻസാക്ഷൻസ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് നടക്കും. അപ്പോൾ ഇത്രയും ഒരു ജേർണൽ എൻട്രീസ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് വെച്ച് തന്നെ നമുക്ക് അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.